ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. എന്നാൽ ഞാനിന്ന് അരി കുതിർക്കാതെ മിക്സിയോ ഗ്രൈൻഡറോ ഉപയോഗിക്കാതെയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഈ പാലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്തെടുത്ത മാവാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പവും പത്തിരിയും ഒക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങുമ്പോൾ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ആ മാവാണ്. പച്ചരി മാത്രം പൊടിച്ച് വറുത്തെടുത്തത്. നല്ല നൈസ് മാവായിരിക്കണം, നന്നായിട്ട് അരിച്ചെടുത്ത മാവായിരിക്കണം. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മൾ മാവ് അളന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഈ 2 ടേബിൾ സ്പൂൺ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇത് കപ്പി കാച്ചെന്നും പറയും. അതിനെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഗ്യാസ് തീ കുറച്ച് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കട്ടയായി പോവും. മാവ് നന്നായിട്ടൊന്ന് വെന്ത് കുറുക്കി വരണം. ഒരു 5-6 മിനിറ്റ് എടുത്ത് ഇത് കുറുക്കിയെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് കുറുകി വരണം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തത്. അല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കണം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ മാവ് കുറുക്കിയത് തണുത്ത് കിട്ടും. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച മാവിലേക്ക് അരിമാവ് കുറുക്കിയെടുത്തത് നല്ലപോലെ തണുത്ത ശേഷം ഇട്ട് കൊടുക്കാം. അതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊങ്ങി വന്ന ഈസ്റ്റ് ഒഴിക്കാം. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ പിഴിഞ്ഞ് 2 ഗ്ലാസ്സിൽ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താലും മതി. ഇതിപ്പോൾ 2 ഗ്ലാസ്, ഒരു 1.25 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്. പാല് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1.25 ഗ്ലാസ് തേങ്ങാപ്പാലാണുള്ളത്. ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ തേങ്ങാപ്പാൽ എടുക്കാൻ മാത്രമേ മിക്സി എടുത്തിട്ടുള്ളൂ. വേറൊന്നിനും വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടച്ച് രാത്രി മുഴുവനും പുളിക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കറക്റ്റ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല. ആവശ്യത്തിന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രാവിലെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. രാത്രിയിൽ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി കട്ടിയായിട്ടാണ് മാവിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം പാലൊഴിച്ചാലും നല്ലതാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ അവസാനം കുറച്ച് പാലൊഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിലായാലും മതി. അതിലാകുമ്പോൾ പെട്ടെന്ന് നല്ല പോലെ ഇളകി വരും. നന്നായിട്ട് ഇളകുന്ന ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കാം. അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പം വേവിച്ചെടുക്കാം.
നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ അപ്പം കുറേ സമയം വെളിയിലിരുന്നാലും നമ്മൾ താമസിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് താമസിച്ച് വൈകുന്നേരം കഴിക്കുവാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത പ്രാവശ്യം ഞാനിതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാവ് ഒഴിച്ച് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പായിട്ട് വരും. പൂവിൻ്റെ ഷേപ്പിലുള്ള പാലപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും, നല്ല സോഫ്റ്റാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയൊക്കെ ഇടാനായിട്ട് കുതിർക്കാനായിട്ട് മറന്നുപോയ ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.